നമസ്കാരം. എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപാ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ വീടുകളിലാണ്. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. നമ്മുടെ നിർഭാഗ്യങ്ങളുടെ നിർണയത്തിൽ നമ്മുടെ വാസസ്ഥാനത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ടെന്നറിയാമല്ലോ. നമ്മുടെ മുൻ തലമുറയിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ ചില പ്രത്യേക അറിവുകളുണ്ട്. അവയെ നമുക്ക് പാരമ്പര്യ അറിവുകളെന്നോ മറ്റോ വിളിക്കാം. മരുന്നുകൾ, വാസ്തുശാസ്ത്രം, തച്ചുശാസ്ത്രം, ലക്ഷണങ്ങൾ, ശകുനങ്ങൾ, നിമിത്തശാസ്ത്രം തുടങ്ങിയവയെല്ലാം അടിസ്ഥാനമാക്കി മുൻ തലമുറ വായ്മൊഴിയിലൂടെ നമ്മൾക്ക് പകർന്നു നൽകിയ കുറേയേറെ അറിവുകളുണ്ട്. പിൽക്കാലത്ത് പലരും ഇതിൽ പലതും ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിലാക്കിയിട്ടുമുണ്ട്. അത്തരത്തിൽ ഒരുപാട് അറിവുകൾ മുൻ തലമുറയിൽ നിന്ന് നമുക്ക് കിട്ടിയതുണ്ട്. അതിനകത്തുനിന്ന് ഒരറിവാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ വീഡിയോ അവസാനം വരെ കണ്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതായിരിക്കും. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മുടെ എല്ലാ വീടുകളിൽ വിവിധ തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ പലപ്പോഴും കടന്നു വരാറുണ്ട്. അവയിൽ പലതും നമുക്ക് ഗുണഫലങ്ങളും ചിലത് ദോഷഫലങ്ങളുമൊക്കെ പ്രദാനം ചെയ്യുന്നവയാണ് എന്നാണ് വിശ്വാസം. ഈ വിശ്വാസം അനുസരിച്ച് നമ്മുടെ വീടുകളിലേക്ക് ഐശ്വര്യവുമായി കടന്നു വരുന്ന ചില പക്ഷികളെയാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത്. അതിലൊന്നാമതായിട്ട് പറയുന്നത് ഉപ്പനയാണ്. ഉപ്പനെ നിങ്ങൾക്കറിയാം, ചെമ്പോത്തെന്നോ ചകോരം എന്നോ ഒക്കെ അറിയപ്പെടുന്നത് ഈ പക്ഷി തന്നെയാണ്. ഈ പക്ഷിയെപ്പറ്റി പുരാണങ്ങളിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ കഥകൾ തന്നെ നോക്കിയാൽ കുചേലൻ ശ്രീകൃഷ്ണനെ കാണാനായിട്ട് പോകുന്ന അവസരത്തിൽ ചകോരാദി പക്ഷികളുടെ കോലാഹലം കേട്ടുകൊണ്ട് വിനിർഗമിച്ചു എന്നാണ് പറയുന്നത്. ആ ചകോരം എന്ന് പറയുന്ന പക്ഷി ഈ ഉപ്പൻ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഉപ്പൻ എന്ന് പറയുന്നത് വളരെ ഐശ്വര്യപൂർണമായ ഒരു വഴിക്ക് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ ഉപ്പൻ്റെ ശബ്ദം കേട്ടിട്ട് ഇറങ്ങിപ്പോയാൽ ആ വഴിയിൽ പോകുന്ന കാര്യങ്ങൾ മംഗളമായി നടക്കുമെന്നാണ് വിശ്വാസം. ഇനി രണ്ടാമത്തെ പക്ഷി എന്ന് പറയുന്നത് മൂങ്ങയാണ്. മൂങ്ങയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം പലർക്കും അറിയാം. മൂങ്ങയെന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ വാഹനമാണ്. പക്ഷേ ഈ മൂങ്ങയെ കാണുന്നതിന് തന്നെ രണ്ട് ഫലങ്ങളുണ്ട്. പകൽ സമയത്ത് മൂങ്ങയെ കാണുന്നത് അത്യപൂർവമാണ്, അതിവിശിഷ്ടവുമാണ്. സാധാരണ വീടുകളിലേക്ക് മൂങ്ങ പ്രവേശിക്കാറില്ല. എന്നാൽ പോലും പകൽ സമയങ്ങളിൽ, അതും വെള്ളി നിറത്തിലുള്ള മൂങ്ങ വീട്ടിനുള്ളിൽ പ്രവേശിക്കുന്നതോ അതോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതോ ഒക്കെ വളരെ വിശിഷ്ടവും നല്ല ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്നുമാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇതിനൊരു മറുവാദവുമുണ്ട്. അതായത് സന്ധ്യ കഴിഞ്ഞ ശേഷം ആ രാത്രി സമയത്ത് മൂങ്ങയെ കാണുകയോ അല്ലെങ്കിൽ മൂങ്ങയുടെ ശബ്ദം ശ്രവിക്കുകയോ ചെയ്യുന്നത് വളരെ ദോഷകരമാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൽ തന്നെ രണ്ട് പക്ഷമുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മയിലിനെക്കുറിച്ചാണ്. മയിലിനെ കാണുന്നതും മയിലിൻ്റെ നൃത്തം കാണുന്നതുമൊക്കെ അതിവിശിഷ്ടമെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഒപ്പം തന്നെ മയിലിനെക്കുറിച്ച് കൂടുതൽ എന്തു പറയാൻ? ശ്രീ മുരുകഭഗവാന്റെ വാഹനം എന്നതിന് ഉപരിയായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുമുടിയിൽ ചൂടിയിരിക്കുന്നതും ഈ മയിൽപ്പീലി തന്നെയാണല്ലോ. മയിൽ നമ്മുടെ വീട്ടിൽ വരുന്നതും നമ്മൾ കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ടൊരു മയിൽ വരാറുണ്ട്. അതിന് ഞാൻ ധാന്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അത് വന്ന് കഴിച്ചിട്ട് പോവും, അകത്ത് കയറി വരും. അങ്ങനെ ഒരു ദിവസം എടുത്ത വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കി അഭിപ്രായം പറയൂ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന പക്ഷി കാക്കയാണ്. കാക്ക തന്നെ നമുക്കറിയാം, കാക്ക രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ബലിക്കാക്കയും മറ്റേത് കാവതിക്കാക്കയുമാണ്.
അതിനകത്ത് തന്നെ ബലിക്കാക്ക നമ്മുടെ വീട്ടിലേക്ക് വരുന്നതും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് പിതൃക്കളുടെ പ്രീതി ഉണ്ടാകും എന്നാണ് പറയാറുള്ളത്. ഈ കാണുന്ന ബലിക്കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ശനീശ്വര പ്രീതി ഉണ്ടാകുമെന്നാണ് അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശനീശ്വരൻ്റെ ഇഷ്ടവാഹനമാണത്രേ കാക്കകൾ. അതുകൊണ്ട് തന്നെ ശനിദോഷമുള്ളവർ തീർച്ചയായിട്ടും കാക്കയ്ക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം നൽകണമെന്നാണ് പറയാറുള്ളത്. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലുമൊക്കെ ജീവികൾക്ക് ഭക്ഷണം നൽകുന്നത് എന്തുകൊണ്ടും പുണ്യമായൊരു പ്രവൃത്തി തന്നെയാണ്. വേനൽക്കാലത്ത് കുടിക്കാൻ വെള്ളവും എന്തെങ്കിലും തരത്തിലുള്ള ധാന്യങ്ങളോ മറ്റോ നൽകുന്നതും ഏറ്റവും പുണ്യകരമായ കാര്യം തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു വന്ന അടുത്ത പക്ഷി എന്ന് പറയുന്നത് പ്രാവാണ്. പ്രാവും ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. പക്ഷേ പ്രാവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രാവ് വീടുകളിലേക്ക് വരുന്നത് നന്നാണ്, അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും പുണ്യമാണ്. പക്ഷേ ഒരു കാരണവശാലും പ്രാവ് നമ്മുടെ വീട്ടിൽ കൂട് വയ്ക്കാൻ അനുവദിക്കരുതെന്നാണ് മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം പ്രാവിൻ്റെ കുറുകുന്ന സ്വരം അത് നമുക്ക് ദോഷം വരുത്തുമെന്നാണ് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിട്ടേക്കാം. എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പ്രാവും ഒരു പ്രധാനപ്പെട്ട ഐശ്വര്യം നിറഞ്ഞ പക്ഷിയാണ്. മറ്റൊന്ന് കുരുവികളാണ്. കുഞ്ഞു കുരുവികൾ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും കുരുവികളെ കാണുന്നത് വളരെ നന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കറിയാവുന്ന ഇത്രയും വിവരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. നന്ദി, നമസ്കാരം.